എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, കേരള ബാങ്ക് JCI അതായത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൻ്റെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നമുക്കറിയാം, കൃത്യമായ സിലബസുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്നേ, പഠിച്ചു തുടങ്ങണം. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ 6 മാസത്തിനകമേ എന്തായാലും എക്സാം ഉണ്ടാവുള്ളൂ. ഏകദേശം ഒരു മാർച്ച് മാസം ആകുമ്പോഴത്തേക്കായിരിക്കും എക്സാം വരുന്നത്. ഇപ്പോഴേ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി കൃത്യമായി എക്സാമുകൾ എഴുതി നിങ്ങൾ പോയി കഴിഞ്ഞാൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. 1 മാസം അല്ലെങ്കിൽ 1.5 മാസത്തോളം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനായിട്ടും പറ്റും. ആദ്യം പഠിച്ചു തീർക്കുക, ദെൻ ഒരുപാട് പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ സെറ്റ് ആവും. മനസ്സിലായോ? ഇവിടെ മാസ്റ്റർ കെ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഉഗ്രനൊരു അവസരം കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാ മൊഡ്യൂളിൽ നിന്നും നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ തരും. അതുമാത്രമല്ല, സൗജന്യമായിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും ഉള്ള ഒരു അവസരം മാസ്റ്റർ കെ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 1ാമത്തെ മൊഡ്യൂൾ, അതായത് എക്സാമിന്റെ സിലബസിലെ 1ാമത്തെ മൊഡ്യൂൾ ആയിരുന്നു. എന്ത്? ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷനെ, ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ എങ്ങനെ ഉടലെടുത്തു, അതുപോലെ തന്നെ സഹകരണ തത്വങ്ങളെ കുറിച്ചും കോർപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചും. അങ്ങനെ വരുമ്പോൾ 1ാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നതാണ് ഏതെന്നറിയാമോ? ഡിഫറെന്റ് ആസ്പെക്ട് ഓഫ് കോർപ്പറേഷന്, അതായത് എക്കണോമിക് ആൻഡ് സോഷ്യൽ മൊറൽ. ഇതിൽ വരുന്ന ഏത് ടോപ്പിക് ആണെന്ന് അറിയാമോ? കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം. അതിലെ ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം. ക്യാപിറ്റലിസം എന്താണെന്ന് പഠിക്കണം, സോഷ്യലിസം എന്താണ് പഠിക്കണം, അതുപോലെ തന്നെ കമ്മ്യൂണിസം എന്താണെന്ന് പഠിക്കണം. ഇതുമായിട്ട് കോർപ്പറേഷനുള്ള ബന്ധം എന്താണ്, ഇതിനെ കമ്പയർ ചെയ്ത് പഠിക്കണം. എപ്പോഴും ഈ ഒരു സിലബസിൽ നിന്നും എപ്പോഴും ഒരു 2 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പലതവണയും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലിക്റ്റ് ആവുകയും ചെയ്യാറുണ്ട്. ഒരു കോൺഫ്ലിക്റ്റും വേണ്ട. സോഷ്യലിസം, കമ്മ്യൂണിസം, കോർപ്പറേഷൻ ഇതിനെ കൃത്യമായി കമ്പയർ ചെയ്തും പരസ്പരം താരതമ്യം ചെയ്തും പഠിച്ച് നമുക്ക് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനായിട്ട് പറ്റും. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ്ട് ഇത് കണ്ടോ, ഇത് നമ്മുടെ കേരള ബാങ്കിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസം. ഓക്കെ, അതുപോലെ തന്നെ കേരള ബാങ്കിൽ തന്നെ കേരള ബാങ്കിന്റെ എക്സാമിന് 2027 ചോദിച്ച വേറൊരു ചോദ്യമായിരുന്നു ഇത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്റ്റേറ്റ് ഓണർഷിപ്പ്. ദെൻ അതുപോലെ തന്നെ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ ചോദ്യമായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമായിരുന്നു വന്നേ. അവിടെയും 2 എണ്ണം ചോദിച്ചു. ആദ്യം ടോട്ടൽ 3 എണ്ണം ചോദിച്ചെങ്കിലും 1 എണ്ണം ക്യാൻസൽ ആയിപ്പോയി. സോ അതാണത്. ഓക്കെ, മനസ്സിലായ നിങ്ങൾക്ക്? അപ്പം ഈ ഒരു സിലബസിൽ നിന്നും എപ്പോഴും മനസ്സിലാക്കുക, PSC ചോദിക്കുന്നത് കൃത്യമായ സിലബസിൽ നിന്ന് തന്നെയാണ്. ഔട്ട് ഓഫ് സിലബസ് ചോദിക്കാറില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇറങ്ങി പഠിക്കേണ്ട, പക്ഷേങ്കിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുക. ഈ മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉത്തരം എഴുതാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? നമുക്ക് നോക്കാം. ദാണ്ടോ ആ ചോദ്യം. ഇതെന്ന് പറഞ്ഞാല് കേരാഫെഡിന്റെ ഒരു എക്സാം, ഈ റീസെന്റ് ടൈമിൽ കേരാഫെഡിന്റെ ഒരു എക്സാം നടന്നു 2025. അതായത് കേരള ബാങ്കും JCIയും കഴിഞ്ഞിട്ട് കേരാഫെഡിന്റെ എക്സാം നടന്നു. അപ്പോൾ ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണിത്. ഇതും കേരാഫെഡിൽ ചോദിച്ച ചോദ്യമാണിത്. ഓക്കെ, നമുക്ക് ഇതിലൊക്കെ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ടോപ്പിക് ഒന്ന് പഠിക്കണം, അല്ലെ? നമുക്ക് ക്ലാസ്സിലേക്ക് വന്നേ, നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കോർപ്പറേഷൻ നമുക്കറിയാം. സഹകരണത്തിനെ കുറിച്ച് നമ്മളൊന്നും നിങ്ങളോട് എനിക്ക് പറയേണ്ട കാര്യമില്ല. സഹകരണ പ്രസ്ഥാനം എങ്ങനെയാ വന്നത്, എന്തിനാണിത് വന്നത്, നമ്മുടെ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഏറ്റവും നന്നായിട്ട് എന്നെക്കാട്ടിലും ബെസ്റ്റായിട്ട് നിങ്ങൾ പറയും സഹകരണത്തിനെ കുറിച്ച്, അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. The cooperative movement described as an economic miracle of the last century. അവസാന സെഞ്ചുറിയിലെ, അവസാന നൂറ്റാണ്ടിലെ എന്തായിരുന്നു? എക്കണോമിക് മിറാക്കിൾ ആയിരുന്നു. അപ്പൊ അത് ഒന്ന് ഓർത്ത് വെച്ചേക്കും. എന്താണ് എക്കണോമിക് മിറാക്കിൾ എന്ന് പറയുന്നത്? അതുപോലെ തന്നെ സ്റ്റേറ്റ് വിത്തിൻ ദ സ്റ്റേറ്റ്. ഓക്കെ, സ്റ്റേറ്റ് വിത്തിൻ ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തിനെയാണ്? സഹകരണത്തിനെയാണ് പറയുന്നത്, സ്റ്റേറ്റ് വിത്തിൻ ദ സ്റ്റേറ്റ് എന്ന്. ദെൻ അതുപോലെ തന്നെ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ആൻ എക്കണോമിക് റെമഡി ഫോർ എക്കണോമിക്കൽ അഡ്ജസ്റ്റ്മെന്റ്സ്. എക്കണോമിക്കൽ അഡ്ജസ്റ്റ്മെന്റ്സിന്റെ ഒരു റെമഡിയാണ് സഹകരണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ വന്നത്? നമുക്കറിയാം, ഇംഗ്ലണ്ടിൽ ഉടലെടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? നമ്മുടെ സമൂഹത്തിൽ പല ടൈപ്പ് ആളുകളുണ്ട്. ഏറ്റവും ലോ ഇൻകം ഗ്രൂപ്പ് ഉണ്ട്, ഹൈ ആൾക്കാരുണ്ട്, ലക്ഷറി ലൈഫ് ഉള്ളവരുണ്ട്, അങ്ങനെ മിഡിൽ ടൈപ്പ് ആൾക്കാരുണ്ട്.
മിഡിൽ പീപ്പിൾ ഉണ്ട്, കൂടുതലും മിഡിൽ ആൾക്കാരായിരിക്കും അല്ലേ. അങ്ങനെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം മെമ്പേഴ്സിന്റെ എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. മെമ്പേഴ്സിനെ അതുപോലെ തന്നെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എന്ന് വെച്ചാൽ പരസ്പരം സഹായത്തോടു കൂടി അവർക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, സർവീസ് മോട്ടീവാണ് എല്ലാം. ഓക്കെ, അല്ലാതെ ലാഭം കൊയ്യുക എന്നുള്ളൊരു കാര്യം നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങൾക്കില്ല, നിങ്ങൾക്കറിയാലോ. ദെൻ അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാല് കോപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the cooperative movement described as an economic miracle of the last century. It is considered as an economic remedy for economical adjustments. അതുപോലെ തന്നെ ഈ കോപ്പറേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പം ഇതെന്താണ്, ബാലൻസിങ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. ഒരു കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ് ആണ്. എന്തിൻ്റെയൊക്കെയാണ്? അതിനകത്ത് തന്നെ കുറച്ച് ക്യാപിറ്റലിസം ഉണ്ട്, എന്നാൽ കുറച്ച് സോഷ്യലിസം ഉണ്ട്. അതിന്റെ ഒരു ബാലൻസിങ് ആണ് എന്തെന്ന് പറയുന്നത്, കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതിന് അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ ഗൈഡിങ് പ്രിൻസിപ്പിൾ ഈച്ച് ഫോർ ഓൾ ആൻഡ് ആൾ ഫോർ ഈച്ച്. എല്ലാവരും എല്ലാവർക്കും വേണ്ടി എന്നുള്ള പ്രിൻസിപ്പിളിലാണ് ഏത് പോകുന്നത്, സഹകരണ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവരും എല്ലാവർക്കും വേണ്ടി, ഈച്ച് ഫോർ ഓൾ ആൻഡ് ആൾ ഫോർ ഈച്ച്. ഓക്കെ, സഹകരണം എന്താണെന്നറിയാം. ഈ ഒരു സെന്റൻസുകൾ നിങ്ങൾ ഓർത്തിച്ചുക. എ സ്റ്റേറ്റ് വിത്തിൻ ദ സ്റ്റേറ്റ് എന്ന് ചോദിച്ചാലും, അതുപോലെ തന്നെ എക്കണോമിക് മിറാക്കിൾ ഓഫ് ദ ലാസ്റ്റ് സെഞ്ചുറി എന്താണെന്ന് ചോദിച്ചാലും മനസ്സിലാക്കുക, എന്താണ്, കോപ്പറേഷൻ ആണ്. ഇതെല്ലാം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളായിട്ട് വരാം. നമുക്ക് ഇത് ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും, പക്ഷെ എക്സാം ഹാളിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഇതാണോ കൺഫ്യൂഷൻ, ഇതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. സോ ഇപ്പോഴേ നമുക്ക് മനസ്സിലാക്കി പഠിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താവും, റിവിഷനൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കിന്, കാര്യം നമ്മുടെ കയ്യിൽ ഒരു സിലബസ് ഉണ്ട് പഠിക്കാനായിട്ട്. ആ സിലബസ് നിങ്ങൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു 1.5 മാസം അല്ലെങ്കിൽ ഒരു 2 മാസം കൃത്യമായിട്ട് എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. തെറ്റിക്കോട്ടെ, തെറ്റുന്നത് എഴുതി വെച്ച് കൃത്യമായിട്ട് പഠിക്കുക, പഠിച്ച് ആദ്യമേ തീർക്കുക. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ക്ലാസ്സുകൾ 1ാമത്തെ മൊഡ്യൂളിന്റെ തന്നെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന് ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്താണ്, ഈച്ച് ഫോർ ഓൾ ആൻഡ് ആൾ ഫോർ ഈച്ച് എന്നാണ്. ഓക്കെ അല്ലേ. ദെൻ അടുത്ത നോക്കേ, ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയും. എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ? കേൾക്കുമ്പോഴേ അറിയാം, ലാഭം മാത്രമാണ് അവരുടെ ലക്ഷ്യം. ലാഭം മാത്രമാണ് ലക്ഷ്യം. ഗുണങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാട് ദോഷവശങ്ങളും ഉണ്ട് അല്ലെ. ഒരുപാട് ഗുണങ്ങളുണ്ട്, കാര്യം അത് പുതിയ പുതിയ ഇന്നോവേഷൻസ് വരുന്നതും ഒക്കെ നല്ലത് തന്നെയാണ്. കുറെ ആൾക്കാർക്ക് ജോലി കിട്ടും, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ദോഷമായ കുറച്ച് വശങ്ങളും ഉണ്ട്. നോക്കിക്കേ, ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ, capitalism is an economic system where private individuals control the means of production and distribution of with minimal governmental interference. With minimal governmental interference. വളരെ ശ്രദ്ധിക്കുക, ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് വളരെ മിനിമം ആണ്. കാര്യം നമുക്കൊരു ലൈസൻസ് എടുക്കണം, ഒരു ബിസിനസ് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിന് ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ ആരുടെ ഇത് വേണം, സർക്കാരിന്റെ കയ്യിൽ നിന്നേ പറ്റുള്ളൂ. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ടായിരിക്കും പല ബിസിനസ്സുകളും ചെയ്യേണ്ടത്. സോ അപ്പൊ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ വളരെ കുറവാണ്. അങ്ങനെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് മീൻസ് ഓഫ് പ്രൊഡക്ഷനെയും ഡിസ്ട്രിബ്യൂഷനും എല്ലാം കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് ഏത്, ക്യാപിറ്റലിസം സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ക്യാപിറ്റലിസം ഈസ് ആൻ ഇക്കണോമിക് സിസ്റ്റം വേർ ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് കൺട്രോൾസ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മിനിമം ഗവൺമെന്റൽ ഇന്റർഫിയറൻസ്. ശ്രദ്ധിച്ചു വെച്ചേക്കാം, മിനിമം ആണ്, ഗവൺമെന്റൽ ഇന്റർഫിയറൻസ് മിനിമം ആണ്. ഇതിന് അതുപോലെ തന്നെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എയിം ചെയ്യുന്നത്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ചെയ്യുന്ന ഏതൊരു ബിസിനസ്സും വ്യക്തികൾ ചെയ്യുവാണെങ്കിൽ അവർക്ക് കോമ്പറ്റീറ്റീവ് മൈൻഡ് ആയിരിക്കും. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ലാഭം കൊയ്യുക എന്നുള്ളതായിരിക്കും. കോമ്പറ്റീഷനും ഉണ്ടായിരിക്കും, ലാഭം പ്രോഫിറ്റ് മോട്ടീവും ആയിരിക്കും. ലാഭം ലക്ഷ്യമാക്കിയാണ് അവർ പ്രവർത്തിക്കുന്നത് അല്ലേ. ഇത് ഫീച്ചേഴ്സ് ഓഫ് കോമ്പറ്റീറ്റീവ് ഫീച്ചേഴ്സ് കോമ്പറ്റീഷൻ ആൻഡ് എയിംസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്. ഇതിനതുപോലെ തന്നെ ഓഫൺ റിസൾട്ടിങ് എ സിഗ്നിഫിക്കന്റ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. പലപ്പോഴും എന്താ ചെയ്യുന്നത്, ഒരു ഡിസ്പാരിറ്റി ഉണ്ടാവാറുണ്ട്. എങ്ങനെയാ, റിച്ച് ആൻഡ് പുവർ, പണക്കാരനും പാവപ്പെട്ടവനും എന്നുള്ളൊരു ഇത് വരാറുണ്ട്. എന്ന് വെച്ചാൽ എന്താ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ബിസിനസ് ചെയ്ത് ലാഭം കൊയ്ത് അവർ എപ്പോഴും പണക്കാരനായിക്കൊണ്ടേയിരിക്കും, പാവപ്പെട്ടവനായിക്കൊണ്ടേയിരിക്കും. അവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഇതിനതുപോലെ തന്നെ ബേസ്ഡ് ഓൺ പ്രൈവറ്റ് ഓണർഷിപ്പ് ആൻഡ് ദ മോട്ടോ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതായത് ഇവരുടെ ഇതിന് ലാഭം തന്നെ ലക്ഷ്യം വെച്ചിട്ടാണ് എന്ത് ക്യാപിറ്റലിസം സിസ്റ്റം വരുന്നത്.
ഇൻഡിവിജ്വൽസ്, പ്രൈവറ്റ് ഓണേഴ്സ് ആണുള്ളത്. പ്രൈവറ്റ്ലി എനിക്ക് സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതിനകത്ത് ഞാൻ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ വേറൊരു പ്രോപ്പർട്ടി റെന്റിനെടുത്ത് ബിസിനസ് ചെയ്യുന്നു. ലാഭമെല്ലാം ആരും കൊണ്ടുപോകും? ഞാൻ തന്നെ കൊണ്ടുപോകും. അപ്പൊ എൻ്റെ ബിസിനസ് ചെയ്യുന്ന കുറേ ടൈപ്പ് ആൾക്കാരുണ്ടാവും, ഞാൻ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന കുറേ ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ അറിയുന്നവൻ, ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ അറിയുന്നവൻ, മാർക്കറ്റിനെ പഠിച്ച് വൃത്തിയായി ചെയ്യുന്നവർ, അവരെന്ത് ചെയ്യും? സർവൈവ് ചെയ്യും. അതാ പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യും? നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതല്ല എന്നുണ്ടെങ്കിൽ മോശം എന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളിങ്ങനെ നഷ്ടത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ നഷ്ടത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ ബിസിനസ് ക്ലോസ് ചെയ്യും. അതാണ് പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഏറ്റവും ഫിറ്റായ ആൾ എന്ത് ചെയ്യും? അവിടെ നിലനിൽക്കും, സർവൈവ് ചെയ്ത് നിൽക്കും. മനസ്സിലായി? അതാണ് ഈ ക്യാപിറ്റലിസത്തിന്റെ ഒരു പ്രത്യേകത. എന്താ വെച്ചാൽ സ്റ്റേറ്റിന്റെ കൺട്രോൾ വളരെ കുറവാണ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് മോട്ടീവാണ്, ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളാണ് അവിടെ നിലനിൽക്കുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്. എപ്പോഴും എപ്പോഴും വരുന്നത് എന്താണ്? ഡിസ്പാരിറ്റി ഉണ്ടാവാറുണ്ട്. റിച്ച് ആൻഡ് പുവർ എന്ന ഡിസ്പാരിറ്റി വരാറുണ്ട്. ദെൻ വളരെ ശ്രദ്ധിക്കുക, ഗവൺമെന്റിന്റെ കൺട്രോൾ വളരെ മിനിമം ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക് ബൈ ക്ലാസ് കോൺഫ്ലിക്റ്റ്, ഈ ലിമിറ്റഡ് ഗവൺമെന്റൽ റോള് ആൻഡ് മാർക്കറ്റ് ഡ്രിവൺ മെക്കാനിസംസ്. ഏറ്റവും നന്നായിട്ട് പ്രോഡക്റ്റുകളെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഒരു ഫീച്ചർ അങ്ങനെ തന്നെയാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് മലയാളത്തിൽ പറയുന്നത്, അല്ലേ? ദെൻ അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് കോൺഫ്ലിക്റ്റ് തന്നെ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കുന്നവൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, അതിനകത്ത് പ്രത്യേകിച്ച് കൺട്രോൾ ഒന്നുമില്ല. എന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാലും ഗവൺമെന്റിന് ഒരു നിശ്ചിത ടാക്സ് കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഗവൺമെന്റിന്റെ കൺട്രോളിലല്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കോർപ്പറേഷനെ കുറിച്ചാണ്. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. രണ്ടാമത് പറഞ്ഞത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ്. ലാഭം മാത്രമാണ് അവരുടെ ലക്ഷ്യം. റിച്ച് പുവർ എന്നുള്ള ഒരു ഡിസ്പാരിറ്റി ഉണ്ടാകും. ദെൻ അതുപോലെ തന്നെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾ സർവൈവ് ചെയ്യും. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. വേറെ ഒന്നും അവർക്ക് നോക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റ് വളരെ കുറച്ച് മാത്രമേ ഇടപെടാറുള്ളൂ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചേഴ്സ്? വളരെ ശ്രദ്ധിച്ചു പഠിക്കുക. ഈ ഫീച്ചേഴ്സ് ഒക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത്, എക്സാം ഹാളിൽ ചെല്ലുന്ന സമയത്ത് നോട്ട് ദ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസം എന്നായിരിക്കും. പക്ഷെ നമ്മൾ പലരും ആ നോട്ട് കാണാറില്ല. അതാണ് നമ്മുടെയൊക്കെ പരാജയത്തിന് കാരണം. മനസ്സിലായോ? സോ നോക്കിക്കേ, എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ. പ്രൈവറ്റ് ഓണർഷിപ്പ് ആൻഡ് പ്രൊഡക്ഷൻ ഫോർ പ്രൈവറ്റ് ഗെയിൻ. എല്ലാ സാധനങ്ങൾക്കും പ്രൈവറ്റ് ആയിട്ടുള്ള ഉടമസ്ഥത അവകാശമായിരിക്കും. ഇത് ഗവൺമെന്റിന്റെ അല്ല. ഞാൻ ബിസിനസ് ചെയ്യുന്നു, എനിക്ക് നേട്ടം കിട്ടുന്നു. അതായത് ഞാൻ എന്ത് ബിസിനസ് ചെയ്യുന്നു ആ ബിസിനസിന്റെ ലാഭമെല്ലാം എൻ്റെ വീട്ടിലോട്ടാണ് കൊണ്ടുപോകുന്നത്, അല്ലാതെ വേറെ ഒന്നും പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? വ്യക്തികൾ വളർന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ദെൻ അതുപോലെ ഫ്രീഡം ഓഫ് കോൺട്രാക്ട് ആൻഡ് എന്റർപ്രൈസ്. എന്ത് ചെയ്യാനും ഇതിനെ നിയമത്തിന് അനുസൃതമായി ഏത് ബിസിനസ് ചെയ്യാനുമുള്ള റൈറ്റ് ഉണ്ട്, ഫ്രീഡം ഉണ്ട് അതിനകത്ത്. ഫ്രീഡം ഓഫ് കോൺട്രാക്ട് ആൻഡ് എന്റർപ്രൈസ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് പുതിയ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം ഉണ്ട്. ദെൻ അതുപോലെ തന്നെ കാസ്റ്റ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ. ലേബറും ക്യാപിറ്റലും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ദെൻ വൈഡ് ഇൻകം ആൻഡ് വെൽത്ത് ഡിസ്പാരിറ്റി. ഇൻകവും വെൽത്തും തമ്മിലുള്ള ഡിസ്പാരിറ്റി വലുതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ. ദെൻ അതുപോലെ തന്നെ മോണോപോളി ആൻഡ് ക്ലാസ് വാർ. അതായത് മോണോപോളി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രോഡക്റ്റിന്റെ ഒരു ഉടമസ്ഥാവകാശം എനിക്കാകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടാവും. മോണോപോളി കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ബിസിനസ് ഞാൻ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രോഡക്റ്റ് ആൾക്കാർ വാങ്ങിക്കത്തുള്ളൂ. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ മോണോപോളി? ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ നീലം. നമ്മളൊക്കെ പണ്ട് നമ്മുടെയൊക്കെ കുഞ്ഞുനാട് അല്ലെങ്കിലും അതിനും കുറേ ജനറേഷൻ മുൻപ്, അതിനുശേഷമാണ് തുള്ളിയുള്ള ഉജാല വന്നത്. നീലം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. നീലം പണ്ട് ഈ പൊടി നീലം അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു മുക്കുന്നത്, വൈറ്റ് കളർ ഡ്രസ്സിനൊക്കെ. അതിന് എല്ലാവരും പറഞ്ഞൊരു പേരായിരുന്നു ഉജാല. നീലം എന്നാരും പറയാറില്ല, ഉജാല വാങ്ങിക്കണേന്നായിരുന്നു പറയുന്നത്. ആ ഒരു പ്രോഡക്റ്റിന്റെ മോണോപോളി എന്ന് പറഞ്ഞാൽ ഈ ഉജാല കമ്പനിക്കാർക്കായിരുന്നു. മനസ്സിലായി? അവർ മാത്രമേ ഉള്ളായിരുന്നു ഈ ഒരു, അവരെത്ര വില കൂട്ടിയാലും നമ്മൾ എന്ത് ചെയ്യും? അത് വാങ്ങാൻ നിർബന്ധിതമാകും. കാര്യം എന്താ? വില കൂടിയാലും നമുക്കിത് വാങ്ങിക്കേ പറ്റുള്ളൂ, വേറൊരു പ്രോഡക്റ്റ് ഇല്ല. സോ മോണോപോളി, അതായത് ആ ഒരു പ്രോഡക്റ്റ് കിട്ടാൻ വേറെ മാർഗമില്ല, അതുകൊണ്ട് തന്നെ എത്ര വില കൂടിയാലും നമ്മളത് വാങ്ങാൻ നിർബന്ധിതമാകുന്ന അവസ്ഥ. ദെൻ മോണോപോളി ആൻഡ് ക്ലാസ് വാർ. ദെൻ കൺസ്യൂമർ സോവറൻസി ആൻഡ് പ്രോഫിറ്റ് ഓറിയന്റേഷൻ. അതായത്
ഈ ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് സാധനങ്ങൾ വാങ്ങുന്ന നമ്മളെ പോലെ ഉപഭോക്താക്കളെ കൃത്യമായി പഠിക്കും. നമ്മുടെ മനസ്സെന്താന്ന് പഠിച്ചതിന് ശേഷം അവര് അതിനുവേണ്ടി എഫേർട്ട് ഇട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള പ്രോഡക്റ്റ് കൊണ്ടുവന്ന് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട് ആർക്ക്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക്. കാര്യം അവർക്കത് നമ്മളെ കൊണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ലാഭം മൊത്തം അവർ വീട്ടിലോട്ടല്ലേ കൊണ്ടുപോകുന്നത്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനല്ലേ കിട്ടുന്നത്. സോ അവരതിനുള്ള എഫേർട്ട് എടുക്കാറുണ്ട്. ദെൻ അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, ഉറപ്പായിട്ടും എന്താണ്, നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ അതുവഴി ചൂഷണത്തിനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചൂഷണം ചെയ്യാറുണ്ട്. കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ, ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ നമ്മളിപ്പം ഒരു എക്സാമ്പിൾ, ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, ഹൈഡ് ആൻഡ് സീക്ക് ആയിക്കോട്ടെ, അതിപ്പം അത് കഴിക്കാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് തന്നെ വാങ്ങിക്കത്തുള്ളൂ അല്ലേ. ചിലപ്പം അതിൻ്റെ മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഒരു 20 രൂപയായിരിക്കും, നമുക്കത് 30 രൂപയ്ക്കായിരിക്കും കിട്ടുന്നത്. മനസ്സിലായി? അപ്പം നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ച് നമ്മളെ അവരെ അഡിക്റ്റ് ആക്കി മാറ്റുകയും എത്ര വില കൊടുത്ത് നമ്മൾ വാങ്ങുന്നതിലേക്ക് വരും. അതുവഴി ശരിക്കും പറഞ്ഞാൽ നമ്മളെ ചൂഷണം ചെയ്യുകയല്ലേ ചെയ്യുന്നത് അല്ലേ. നമ്മളെ കൊണ്ട് കഴിപ്പിച്ച് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ വില കൂട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പുതിയൊരു പ്രോഡക്റ്റ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം അതിന് കമ്പാരിറ്റീവ്ലി വില കുറവായിരിക്കും, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തതായിരിക്കും. നമ്മൾ അങ്ങനെ റെഗുലറായിട്ട് വാങ്ങിച്ച് ഇതിൻ്റെ ടേസ്റ്റ് പിടിച്ച് വരുമ്പോഴത്തേക്കിന് എന്ത് ചെയ്യും, അവരൊരു 5 രൂപ കൂട്ടും. 5 രൂപ കൂട്ടി കഴിയുമ്പോൾ 5 രൂപയല്ലേ, കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പിന്നെ ഇരുന്നിരുന്ന് ഇവർ 5 കൂട്ടി, പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ 7 കൂട്ടി. അങ്ങനെ കുറേ നാളിന് ശേഷം ഇവരൊന്ന് വളർന്നു വരുമ്പോഴേക്കും എന്ത് ചെയ്യും, നല്ല വിലയൊക്കെ കൂട്ടും. നമുക്കാണെങ്കിൽ ഇത് ഉപയോഗിച്ച് ഇത് മേടിക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയാവും. അതാണ് അവരുടെ കഴിവ്. അങ്ങനെ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു. ഇപ്പൊ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പ്രൈവറ്റ് ഓണർഷിപ്പും പ്രൊഡക്ഷൻ ഓഫ് പ്രൈവറ്റ് ഗെയിമും. ഇപ്പൊ പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ കയ്യിലാണ് ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശം വ്യക്തികൾക്കാണ്. അതുപോലെ തന്നെ ലാഭം കൊയ്യുന്നതും വ്യക്തികളായിരിക്കും. അതുപോലെ അവർ തമ്മിൽ എപ്പോഴും എന്തായിരിക്കും, ഒരു ഫ്രീഡം ഓഫ് കോൺട്രാക്ട്, എന്ത് ബിസിനസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അതായത് ലീഗലി ഉള്ള, നിയമപരമായി ഉള്ള ഏത് ബിസിനസ് ചെയ്യാനുമുള്ള ഫ്രീഡം ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഒരു ലേബറും ക്യാപിറ്റലും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്. വൈഡ് ഇൻകവും വൈഡ് വെത്തിൽ ഡിസ്പാരിറ്റി ഉണ്ട്. ദെൻ മോണോപോളിയും ക്ലാസ് വാറും, ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ മോണോപോളിയെ കുറിച്ച്. ദെൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമറിനെ മനസ്സിലാക്കി അവരെന്ത് ചെയ്യുന്നു, ലാഭത്തിന്റെ ലക്ഷ്യത്തിൽ മാത്രമാണ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ദെൻ കോമ്പറ്റീഷനും എക്സ്പ്ലോയിറ്റേഷനും, കോമ്പറ്റീഷനുമുണ്ട്, അതുപോലെ തന്നെ ചൂഷണവുമുണ്ട്. ഓക്കെ. ദെൻ അതുപോലെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാ? പക്ഷെ എന്നിരുന്നാലും കുറേ കാര്യങ്ങളിൽ അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലേ. നമ്മൾ പലരും റിവാർഡ്സ് ബേസ്ഡ് ഓൺ മെറിറ്റ്. അതായത് ഇപ്പൊ കുറേ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പം അരിപ്പൊടിയുടെ തന്നെ കുറേ ഇപ്പം യൂണിറ്റ് ടേസ്റ്റ് ഉണ്ട്, കിച്ചൺ ട്രഷേഴ്സ് ഉണ്ട്, നിറവറയുണ്ട്, അങ്ങനെ പല ബ്രാൻഡഡ് ഉണ്ട് അല്ലേ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും നല്ല ക്വാളിറ്റി സാധനം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റേറ്റിൽ കിട്ടുന്നതല്ലേ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. എന്നാൽ നമ്മളത് ഒരു തവണ ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് ആരെങ്കിലും പറയാണ്ട് ഈ ഒരു സാധനം ഉപയോഗിച്ച് നോക്കെ നല്ലതാ എന്ന് പറയുന്നു, നമ്മൾ എന്ത് ചെയ്യും, കടയിൽ ചെന്ന് അത് തന്നെ വാങ്ങിക്കും. നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഉപയോഗിച്ച് റെഗുലർ കസ്റ്റമറായിട്ട് മാറും. പക്ഷെ ആ ഒരു ഇത് കൃത്യമായി നല്ല രീതിയിൽ അങ്ങ് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അത് അങ്ങനെ പോകും. എന്നാൽ ചില കമ്പനിക്കാരെന്ത് ചെയ്യും, ആദ്യം നല്ല പ്രോഡക്റ്റ് തന്നിട്ട് കുറേ കഴിയുമ്പോൾ ഇച്ചിരി മോശം തരാൻ തുടങ്ങും. അപ്പം നമ്മൾ അടുത്തടുത്തോട്ട് കയറിപ്പോവും. മനസ്സിലായോ? അതുപോലെ ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ ഈ മുതലാളിമാർക്ക് അറിയാം ഇവരുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അവർ പൂട്ടിപ്പോകുമെന്നറിയാം. അപ്പം എന്ത് ചെയ്യും, അവരെപ്പോഴും ഈ ബിസിനസ് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് റിവാർഡ് ബേസ്ഡ് ഓൺ മെറിറ്റ്. അവർ ചെയ്യുന്ന എഫേർട്ടിനുള്ള റിവാർഡ് അവർക്ക് കിട്ടിയിരിക്കും. കഷ്ടപ്പെട്ടാൽ അവർക്ക് അതിനുള്ള ഫലമുണ്ടാകും. ഓക്കെ. ദെൻ അതുപോലെ തന്നെ പ്രൊമോട്ട് ബിസിനസ് അഡ്വാൻസ്മെന്റ്. അതുകൊണ്ട് തന്നെ എന്താണ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെ ചെയ്യാമെന്ന് അവർ കൃത്യമായി പഠിക്കും. മനസ്സിലായോ? നമ്മുടെ സോഷ്യലിസോ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിലൊന്നും ആ ഒരു കാര്യമേ ഇല്ല. നേരെ മറിച്ച് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഇവരുടെ ലാഭമെല്ലാം വ്യക്തികൾക്ക് തന്നെ കിട്ടുന്നതുകൊണ്ട് തന്നെ അവരതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കും. ദെൻ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ അലയൻസ് വിത്ത് കൺസ്യൂമർ വിഷൻസ്. കൺസ്യൂമേഴ്സ് എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത്, ഉപഭോക്താക്കൾ എന്താഗ്രഹിക്കുന്നു, അതിനനുസരിച്ച് പ്രൊഡക്ഷൻ ഉൽപാദനം അവർ നടത്തും. അതായത് പണ്ട് നമ്മുടെ ഈ കൊറോണ വരുന്നതിന് മുമ്പ് മാസ്ക് ഇല്ലായിരുന്നു അല്ലെ. കൊറോണ വരുന്നതിന് മുമ്പ് നമ്മളാരും മാസ്ക് ഉപയോഗിക്കുന്നവരല്ലായിരുന്നു.
സാനിറ്റൈസർ ഉപയോഗിക്കത്തില്ലായിരുന്നു. നേരെ മറിച്ച് ഈ കൊറോണ വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ടത് ഈ മാസ്ക് കമ്പനിക്കാരും അതുപോലെ തന്നെ ഈ സാനിറ്റൈസർ കമ്പനിക്കാർ, പെട്ടെന്ന് ആ വേർഡ് കിട്ടിയില്ല, സാനിറ്റൈസർ കമ്പനിക്കാരുമാണ്. കാര്യം എന്താ, നമ്മൾ ഉപയോഗിക്കാത്ത സാധനം പിന്നെ നമുക്ക് എല്ലാവർക്കും, നമ്മുടെ എല്ലാവരുടെയും ബാഗിൽ അത് നടക്കേണ്ട അവസ്ഥയിലേക്ക് വന്നായിരുന്നു. ഇപ്പോഴും മാസ്ക് ഉപയോഗിക്കുന്നവരുണ്ട്. സോ അപ്പോഴെന്തായി, അവർ രക്ഷപ്പെട്ടു. എന്നതുപോലെ കൺസ്യൂമേഴ്സിന് എന്താണോ ആവശ്യം, ആളുകൾക്ക് ഉപഭോക്താക്കൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ചാണ് ഇവർ എന്ത് ചെയ്യുന്നത്, പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ മാർക്കറ്റ് ചേഞ്ചസ്, മാർക്കറ്റിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് എപ്പോഴും ഇവർ ഫ്ലെക്സിബിൾ ആണ്. ഈ മാർക്കറ്റ് ചേഞ്ചസിന്റെ ഉദാഹരണമാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ സാനിറ്റൈസറിന്റെയും മാസ്കിന്റെയും കേസ്. മാർക്കറ്റിൽ എന്തിനാണോ ആവശ്യമുള്ളത് അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ മഴക്കാലം ആവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കുടയുടെ പരസ്യം വരുന്നത്, മഴക്കാലത്ത്. ദെൻ അതുപോലെ തന്നെ ചൂട് കാലത്താണ് ഏറ്റവും കൂടുതൽ AC-യുടെ പരസ്യം വരുന്നത്. കാര്യം എന്താ, അവരിങ്ങനെ മാർക്കറ്റ് പഠിച്ചു വെച്ചേക്കുക. ദെൻ ഓണം സമയത്താണ് ഈ ഹോം അപ്ലയൻസസിന്റെ നല്ല പരസ്യം വരും, ഓണം സമയത്ത്. അങ്ങനെ സീസണലായിട്ട് ഇവർക്ക് അറിയാം എന്ത് സാധനമാണ് കച്ചവടം നടക്കുന്നത് എന്നുള്ളത് ഇവർക്കറിയാം. അതുകൊണ്ട് ഇവർ കൃത്യമായി പഠിച്ചു വെച്ചേക്കുവാണ്. ദെൻ അതുപോലെ തന്നെ മിനിമൽ ഗവൺമെന്റൽ ഇന്റർവെൻഷൻ, അതായത് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ വളരെ കുറവാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എൻകറേജസ് ഫ്രീ കോമ്പറ്റീഷൻ, അപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ടാവും. ഏറ്റവും നല്ല, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചറാണ്. ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, എന്നതുപോലെ എന്താണ്, എൻകറേജസ് ഫ്രീ കോമ്പറ്റീഷൻ, കോമ്പറ്റീഷൻ നന്നായിട്ടുണ്ടാകും. ഓക്കെ, ഇതൊക്കെയാണ് മെറിറ്റ്. ഈ കോമ്പറ്റീഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും, ഇപ്പം എപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ടാവും. കാര്യം നമ്മൾ എപ്പോഴും ബിസിനസ്സുകാർ എപ്പോഴും പുതിയ പുതിയ ഇന്നോവേഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ എങ്ങനെ ബിസിനസ് മാർക്കറ്റ് ചെയ്യാം, ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങളെല്ലാം ഇങ്ങനെ മെനഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ലൈവ് ആയിരിക്കും. ഇതിനെല്ലാം ചെയ്തു വരുന്ന ഒരാൾക്ക് മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിന്റെ മെറിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ കുറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തായിരിക്കും? അതായത് നമ്മളെപ്പോലുള്ള ഉപഭോക്താക്കളെ കൊണ്ട് സാധനങ്ങളെല്ലാം വാങ്ങിപ്പിച്ചിട്ട് പലപ്പോഴായിട്ട് പൈസ കൂട്ടി ഏറ്റവും അവസാനം വലിയൊരു എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ നമ്മളത് വാങ്ങും. കാര്യം വാങ്ങിയില്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. കാര്യം നമ്മൾ റെഗുലർ ഉപയോഗിച്ചു പോയി. അതുവഴി നമ്മളെ ചൂഷണം ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അതാണ് പറയുന്നത് എന്ത്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വർക്കേഴ്സ്, ജോലിക്കാരെ ചൂഷണം ചെയ്യുന്നു. ദെൻ ക്രിയേഷൻ ഓഫ് മോണോപോളി, നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞു മോണോപോളിയെ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ സെൻട്രലൈസേഷൻ ഓഫ് വെൽത്ത് ആൻഡ് പവർ, അതായത് സമ്പത്തും പവറും എല്ലാം ഒരാളിലേക്ക് കുമിഞ്ഞുകൂടും. അതായത് ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിക്കകത്ത് ഒരു ഓണർഷിപ്പ്, പ്രൈവറ്റ് ഓണേഴ്സ് ആണുള്ളത്. ആ വ്യക്തി ബിസിനസ് ചെയ്യുന്നു, ആ ലാഭം മൊത്തം അദ്ദേഹത്തിലേക്ക് പോകുന്നു. ജോലിക്കാർക്ക് ശമ്പളം മാത്രമല്ലേ കിട്ടുന്നുള്ളൂ, ലാഭവിഹിതം കിട്ടുന്നില്ലല്ലോ. സോ എന്താണ്, ലാഭം ഒരു വ്യക്തിയിലേക്ക് പോകുന്നു. ഇതിന് അതുപോലെ തന്നെ ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, ചില സമയങ്ങളിൽ ഇവർ എന്ത് ചെയ്യും, ഒരുപാട് ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ആളുകൾ വാങ്ങിക്കും എന്നുള്ള അർത്ഥത്തിൽ കുറേ ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഡിസ്റിഗാർഡ് ഫോർ ഹ്യൂമൻ വാല്യൂസ് ആൻഡ് എത്തിക്സ്, ഒരിക്കലും ഹ്യൂമൻ വാല്യൂസിനും എത്തിക്സിനും ഒന്നും ഒരിക്കലും അവർ വാല്യൂവേ കൽപ്പിക്കാറില്ല, വില കൽപ്പിക്കുന്നവരല്ല മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലുള്ളത്. കാര്യം അവർക്ക് എപ്പോഴും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ലാഭം കൊയ്യുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഹ്യൂമൻ വാല്യൂസിനോ എത്തിക്സിനോ അവിടെ ഒരു കാര്യവുമില്ല. ദെൻ അതുപോലെ തന്നെ അൺഈക്വൽ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ, ഉറപ്പായിട്ടും ഒരാൾ ബിസിനസ് ചെയ്താൽ ലാഭം മൊത്തം അദ്ദേഹത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ എന്താവും, വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അൺഈക്വലായി മാറും. ദെൻ അതുപോലെ തന്നെ നെഗ്ലക്റ്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ, എത്രയൊക്കെ ലാഭം ഉണ്ടായാലും സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടൊന്നും ചെയ്യത്തില്ലല്ലോ. കാര്യം ഇപ്പം എന്നാൽ ചോദിക്കും, വലിയ വലിയ ബിസിനസ്സുകാരെ അല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, മീൻസ് വ്യക്തിപരമായിട്ട് ചെയ്യാറുണ്ട്. എന്നല്ലാതെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഒരു ബിസിനസ്സുകാരന് സോഷ്യൽ വെൽഫെയർ കാര്യങ്ങൾ, സമൂഹത്തിൽ നന്മയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള റൈറ്റ് ഒന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ എന്താണ്, എത്ര ലാഭം കിട്ടിയാലും അത് സമൂഹത്തിന് വലിയ ഗുണമൊന്നും ചെയ്യത്തില്ല. അതെല്ലാം ആർക്കാണ് ഗുണം ചെയ്യുന്നത്? ആ വ്യക്തിക്കാണ് ഗുണം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ആദ്യം പറഞ്ഞത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ നമ്മൾ മെറിറ്റ്സ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ഡീമെറിറ്റ്സും പറഞ്ഞു. ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഇതിനകത്തു നിന്നാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ അടുത്ത നോക്കേ, സിമിലാരിറ്റി എന്തൊക്കെയാണെന്നുള്ളത്, എന്തെല്ലാം സാമ്യതകളാണ്
ഈ പറഞ്ഞ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റവും നമ്മുടെ കോപ്പറേഷനും തമ്മിൽ, നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളും സഹകരണവും ക്യാപിറ്റലിസവും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സഹകരണവും തമ്മിലുള്ള എന്തെല്ലാം സാമ്യതകളുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. എന്തൊക്കെയാണ് സിമിലാരിറ്റീസ് എന്തൊക്കെയുണ്ടെന്നാണ് നോക്കുന്നത്. നോക്കാം നമുക്ക്. നമ്മുടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും അതുപോലെ തന്നെ സഹകരണവും തമ്മിലുള്ള സിമിലാരിറ്റീസ്, എന്തെല്ലാം സിമിലാരിറ്റീസ് ആണ് ഇവർക്കിടയിൽ ഉള്ളത് എന്നുള്ളതാണ്. നോക്കിക്കേ, ബോത്ത് യൂട്ടിലൈസസ് ലേബർ ആൻഡ് ഫാക്ടേഴ്സ് അറ്റ് ലോവർ റേറ്റ്. അതായത് സഹകരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മുതലാളിത്ത സ്ഥാപനങ്ങളും ലോവർ റേറ്റിലാണ്, ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് ജോലിക്കാരെ ഹയർ ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ എംപ്ലോയിഡ് വെൽ പെയ്ഡ് എക്സിക്യൂട്ടീവ്സ്, അതായത് അവർ ജോലി ചെയ്യുന്നവരെല്ലാം നല്ല രീതിയിൽ ശമ്പളം കൊടുത്തു, നല്ല സാലറീഡ് എംപ്ലോയീസിനെ, സാലറീഡ് പേഴ്സൺസ് ആണ്. അതായത് മുതലാളിമാർ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് എടുക്കുന്നത്, പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ്, കഴിവുള്ളവരെ തന്നെയാണ് എടുക്കുന്നത്, ഹയർ ചെയ്യുന്നത്. എന്തിനാ? ഈ കഴിവുള്ളവരുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ബിസിനസ് വളരത്തുള്ളൂ. അതേപോലെ തന്നെയാണ് സഹകരണ സ്ഥാപനങ്ങളിലും ഹയർ ചെയ്യുന്നത് കഴിവുള്ളവരെ തന്നെയാണ്, പ്രൊഫഷണലി എക്സ്പേർട്ട് ആയിട്ടുള്ളവരെ തന്നെയാണ്. ദെൻ അതുപോലെ തന്നെ ഡിപ്പെൻഡ് ഓൺ ബിസിനസ് എഫിഷ്യൻസി. എപ്പോഴും ബിസിനസ് ചെയ്യുന്നത് എഫിഷ്യൻസിക്ക് അനുസരിച്ചായിരിക്കും. നമുക്കറിയാം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ലാഭം ഇല്ല എന്നുണ്ടെങ്കിൽ അവരത് ചെയ്യത്തില്ല, മനസ്സിലായി എന്നതുപോലെ തന്നെയാണ് ഈ സഹകരണ പ്രസ്ഥാനങ്ങളിലും ഈ ലാഭത്തിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ഇപ്പം ലോൺ കുറേ കൊടുത്തു കഴിഞ്ഞ് കുറേ ലോണൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഏത് ഗ്യാരണ്ടിയിന്മേലാണോ അവർ വസ്തുവിന്മേലാണ് എന്നുണ്ടെങ്കിൽ ആ വസ്തുവിൽ ജപ്തി നടപടികൾ സ്വീകരിച്ച് സൊസൈറ്റിക്ക് വേണ്ട പൈസ സൊസൈറ്റി നേടിയെടുക്കുക തന്നെ ചെയ്യും. എന്തെങ്കിലും ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡള്ളായി കഴിഞ്ഞാൽ ആ ടൈപ്പ് ബിസിനസ് പിന്നെ സൊസൈറ്റിയും ചെയ്യത്തില്ല, സഹകരണ സ്ഥാപനങ്ങളും ചെയ്യത്തില്ല, അതുപോലെ തന്നെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലെ അല്ലെങ്കിൽ മുതലാളിമാരും ചെയ്യത്തില്ല. ദെൻ അതുപോലെ തന്നെ പ്രിഫർ മിനിമം ഗവൺമെന്റൽ ഇന്റർഫിയറൻസ്. നമുക്കറിയാലേ സഹകരണ പ്രസ്ഥാനങ്ങളിലെ വളരെ ചെറിയൊരു കൺട്രോൾ, ഒരു നിയന്ത്രണം, ഒരു റെഗുലറായി നടക്കുന്നുണ്ട്, ഒരു റെഗുലേറ്റർ മാത്രമാണ് സർക്കാർ എന്ന് പറഞ്ഞാൽ. ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് വളരെ കുറവാണ് സഹകരണ പ്രസ്ഥാനങ്ങളിൽ. ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യുന്നതേ ഇല്ല, മിനിമൽ ഇന്റർഫിയറൻസ് ആണ് ഇതിന്റെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളത്. ദെൻ അതുപോലെ തന്നെ റിക്വയർ ക്യാപിറ്റൽ ഫോർ ഓപ്പറേഷന് പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് മൂലധനം ആവശ്യമാണ്. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് മൂലധനം വേണം, അതുപോലെ തന്നെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്കും എന്ത് വേണം? മൂലധനം വേണം. വളരെ കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ പഠിക്കേണ്ടത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, സഹകരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു സ്റ്റേറ്റ് വിത്തിൻ ദ സ്റ്റേറ്റ് ആണ്. എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നതാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. നേരെ മറിച്ച് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് ലാഭം കൂടുതലും ഉണ്ടാക്കുന്നത്. അവരെപ്പോഴും ഉപഭോക്താക്കളെ കബളിപ്പിക്കുക എന്നല്ല, അവരെ കൊണ്ടൊരു അവരുടെ ഉപഭോക്താക്കളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് അവർ ലാഭം കൊയ്യുകയാണ് ചെയ്യുന്നത്. എപ്പോഴും സമ്പത്ത് ഒരാളിലേക്ക് കുമിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഒരു ഡീസെൻട്രലൈസേഷൻ നടക്കുന്നില്ല, എപ്പോഴും ഒരാളിലേക്ക് ഈ പറഞ്ഞതെല്ലാം കേന്ദ്രീകരിക്കുന്നു. അതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ ഇവരുടെ സിമിലാരിറ്റി നമ്മൾ കൃത്യമായി പഠിച്ചു വെച്ചേക്കണം. സഹകരണ പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആയിക്കോട്ടെ, ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലായിക്കോട്ടെ, വളരെ പ്രൊഫഷണലായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് ഹയർ ചെയ്യുന്നത്. നഷ്ടമുള്ള ബിസിനസ്സുകൾ അവർ ചെയ്യാറില്ല, പുതിയ ഇന്നോവേഷൻസ് അവർ കണ്ടെത്താറുണ്ട്. അതുപോലെ തന്നെ പിന്നെന്താണ് പറഞ്ഞത്, ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് വളരെ കുറവാണ്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ എന്തായിരുന്നു, ലേബർ ആയാലും എല്ലാ ഫാക്ടേഴ്സും വളരെ ലോ റേറ്റിലാണ് എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സിമിലാരിറ്റീസിന്റെ കാറ്റഗറിയിൽ വരുന്നത്. ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഇത്രയും പറഞ്ഞത് ക്യാപിറ്റലിസത്തിനെ കുറിച്ചാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യലിസത്തിനെ കുറിച്ചാണ്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ an economic system where the state government control the production and distribution of goods and services. അതായത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ അധീനതയിലാണ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം. അത്തരം സിസ്റ്റമാണ് ഏത്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. നോക്കിയേ, an economic system where the state government control the production and distribution of goods and services. അതുപോലെ തന്നെ സർപ്ലസ് എന്ന് പറഞ്ഞാൽ സർപ്ലസ് ഓഫ് ദി എക്കോണമി ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് സിറ്റിസൺസ്. അതായത് ലാഭമുണ്ട് എന്നുണ്ടെങ്കിൽ അത് കിട്ടുന്ന ആർക്കായിരിക്കും? ജനങ്ങൾക്കായിരിക്കും ലാഭം കിട്ടുന്നത്. ലാഭം ഉണ്ടെങ്കിൽ, ലാഭം ഉണ്ടാവുക എന്നുള്ളത് വളരെ കുറവാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കണക്കുള്ള ഇന്നോവേഷൻസും കാര്യങ്ങളും ഒന്നും ഒരു വ്യക്തികളാകുമ്പം അവരെന്ത് ചെയ്യും? ഞങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ നടക്കണം എന്ന് വിചാരിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങളും എന്ത് റിസ്ക് എടുത്തും സർവൈവ് ചെയ്തവർ മുന്നോട്ട് പോകും. നേരെ മറിച്ച്
ഇതെല്ലാം സിറ്റിസൺസിനൊക്കെ കിട്ടുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ അധീനതയിലാവുമ്പോൾ എന്താവും, കൂടുതലും കള്ളത്തരങ്ങൾ നടത്താനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്, അല്ലയോ? ദെൻ ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിലായിരിക്കും പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിസൺസിനായിരിക്കും പോകുന്നത്. ദ സ്റ്റേറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എംപ്ലോയ്മെന്റ് ആൻഡ് സെൻട്രൽ പ്ലാനിങ്. അതായത് ഗവൺമെന്റ് ആയിരിക്കും പിന്നെ എംപ്ലോയ്മെന്റ് ജോലിക്ക് അവസരം ഉണ്ടാക്കുന്നത്. അതായത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എംപ്ലോയ്മെന്റും സെൻട്രൽ പ്ലാനിങ്ങും. പ്ലാൻ ചെയ്യുന്നതും എല്ലാം ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. മൊത്തത്തിൽ ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള ഒരു സോഷ്യൽ സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യലിസം. ഓക്കെ, ദെൻ അടുത്ത നോക്കിക്കേ, സോഷ്യലിസം ഈസ് എ പൊളിറ്റിക്കൽ റെമഡി ഫോർ എക്കണോമിക് ഇവിൾസ്. എക്കണോമിക് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡിസ്പാരിറ്റി ഉണ്ടല്ലോ, പണക്കാരനും പാവപ്പെട്ടവനും എന്നുള്ള ആ ഡിസ്പാരിറ്റി, അതില്ലാതെ ആ ഒരു എക്കണോമിക് ഇവിളിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നത്? നമ്മുടെ സോഷ്യലിസം വന്നത്. ഒരു പൊളിറ്റിക്കൽ റെമഡി ആയിട്ട് വന്നതാണ്. മനസ്സിലായോ? ഇതിനകത്ത് ഓർത്തു വെച്ചിരിക്കേണ്ട ഒരു കാര്യം, ഗവൺമെന്റിന്റെ കൺട്രോളിലാണ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും സർവീസും എല്ലാം. ഗവൺമെന്റാണ് എല്ലാം ചെയ്യുന്നത്. സർപ്ലസ് കിട്ടുമാണ്, ലാഭമുണ്ട് എന്നുണ്ടെങ്കിൽ അത് സിറ്റിസണിനായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കേണ്ട കാര്യം.